Hello everyone, welcome to the channel EduScore. So, ഇന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡ് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അതായത് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഓൾറെഡി ചാപ്റ്റർ ഡിസ്കഷൻ കഴിഞ്ഞതാണ്. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോസിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. So you can click on those links and watch those videos also. അപ്പോൾ ഇന്ന് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒന്ന് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. We will just read the summary portion and then we will move on to the questions. In order to provide food to our growing population, we need to adopt certain agricultural practices. So നമ്മൾ പറഞ്ഞു നമ്മുടെ വേൾഡിൽ ഗ്രോയിങ് പോപ്പുലേഷനെ ഫീഡ് ചെയ്യണമെങ്കിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ റെഗുലർ ആയിട്ട് നടക്കണം. സോ ഇതിന് നമ്മളൊരു സെറ്റ് ഓഫ് സ്റ്റെപ്സ് അഗ്രികൾച്ചറിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്സ് ഫോളോ ചെയ്യാനുണ്ട്. ആ സ്റ്റെപ്സിനെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്ന് വിളിക്കുന്നത്. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. സെയിം കൈൻഡ് ഓഫ് പ്ലാന്റ്സ് കൾട്ടിവേറ്റഡ് അറ്റ് എ പ്ലേസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്രോപ്പ്. സോ ഒരു വലിയ ഏരിയയിൽ സെയിം കൈൻഡ് ഓഫ് പ്ലാന്റിനെ മാത്രം കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രോപ്പ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് എ ക്രോപ്പ്? സെയിം കൈൻഡ് ഓഫ് പ്ലാന്റ്സ് കൾട്ടിവേറ്റഡ് അറ്റ് എ പ്ലേസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്രോപ്പ്. In India, crops can be broadly categorized into two types based on seasons, rabi and kharif crops. So, season criteria ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഇന്ത്യയിൽ ജനറലി ക്രോപ്സിനെ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഏതൊക്കെയാ? റാബി ക്രോപ്സ് which are grown in winter and the kharif crops which are grown in rainy season. It is necessary to prepare soil by tilling and leveling. Plows and levelers are used for this purpose. So agricultural practices le first step ആയിട്ട് നമ്മൾ പഠിച്ചതാണ് preparation of soil by tilling and plowing. So ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് plows and levelers. So നമ്മൾ ഈ soil prepare ചെയ്യുന്നത് വഴി എന്താ പറ്റുന്നത്? The soil will get turned up and loosened so that plants in the roots നെ proper ആയിട്ട് penetrate ചെയ്യാൻ പറ്റും. It will help the growth of beneficial microorganisms. It will bring the nutrient rich soil to the top. So ഇങ്ങനെയുള്ള benefits ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. Then, sowing of seeds at appropriate depths and distances gives good yield. Good variety of seeds are sown after selection of healthy seeds. Sowing is done by seed drills. So, earth prepare ചെയ്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്യുക? Sowing ആണ് next step. So, good variety ന്റെ good quality healthy seeds നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ പ്രോപ്പർ ഡിസ്റ്റൻസിൽ പ്രോപ്പർ ഡെപ്തിൽ നടുന്നത്. ഇതിനെ നമ്മൾ seed drills യൂസ് ചെയ്യാറുണ്ട്. Soil needs replenishment and enrichment through the use of organic manure and fertilizers. Use of chemical fertilizers has increased tremendously with the introduction of new crop varieties. So, sowing ന് ശേഷം പിന്നെ നമ്മൾ nutrients add ചെയ്ത് കൊടുക്കണം soilന്. So, അങ്ങനെ നമ്മൾ add ചെയ്യുന്നതാണ് organic manure and chemical fertilizers. The process of adding manure is called manuring. So, either നമുക്ക് organic manure യൂസ് ചെയ്യാം അല്ലെങ്കിൽ chemical fertilizer യൂസ് ചെയ്യാം. ഇപ്പം കൂടുതലായിട്ടും നമ്മുടെ ഫാമേഴ്സ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ചില ഡിമെറിറ്റ്സും കൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നമ്മൾ എന്താണ് അന്ന് കൺക്ലൂഡ് ചെയ്തത്? ഈവൻ ദോ കെമിക്കൽ ഫെർട്ടിലൈസർ വെച്ചിട്ട് റിസൾട്ട് പെട്ടെന്ന് കിട്ടുമെങ്കിലും ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദ എൻവയോൺമെന്റ്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഗോ ഫോർ ഓർഗാനിക് മാനുവർ റാദർ ദാൻ യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. Then supply of water to crops at appropriate intervals is called irrigation. So nutrients ന് ശേഷം next is water. So supplying of water to crops at proper intervals is called irrigation. Weeding involves removal of unwanted and uncultivated plants called weeds. So നമ്മുടെ ക്രോപ്പിന്റെ ഇടയിൽ വളരുന്ന undesirable അല്ലെങ്കിൽ unwanted ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് weeds എന്ന് പറയുന്നത്. And the process of removal of weeds is called weeding. Harvesting is the cutting of mature crop manually or by machines. So നമ്മുടെ ക്രോപ്പ് മെച്യൂരിറ്റി എത്തിയിട്ടാകുമ്പോൾ അതിനെ കട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡൺ either manually or with the help of machines. Separation of the grains from the chaff is called threshing. നമ്മുടെ ഈ ഹാർവെസ്റ്റ് ചെയ്തെടുത്ത പ്രൊഡക്റ്റിനെ, അതായത് ഇപ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തെടുത്ത പാഡീനെ ആണെങ്കിൽ അതിൻ്റെ ഗ്രെയിൻസിനെ അതിൻ്റെ ഷാഫിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ത്രഷിംഗ് എന്ന് പറയുന്നത്. Proper storage of grains is necessary to protect them from pests and microorganisms. So if നമ്മുടെ harvested product is to be stored for longer time, it should be kept away from the attack of pests and other microorganisms. So proper storage ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
Food is also obtained from animals for which animals are reared. This is called animal husbandry. So നമ്മൾ പറഞ്ഞു പ്ലാന്റ്സ് മാത്രമല്ല നമ്മുടെ ഫുഡിൻ്റെ സോഴ്സ്, നമ്മുടെ പല ഫുഡ് ഐറ്റംസും അനിമൽസിൽ നിന്ന് വരുന്നതാണ്. സോ ഇതിനു വേണ്ടി നമ്മൾ അനിമൽസിനെ വളർത്താറുണ്ട്. സോ rearing of animals to obtain food from them is called animal husbandry. So ഇത്രയായിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. Now we will see the exercise questions. So first one is a fill in the blanks. Select the correct word from the following list and fill in the blanks. So some words are given here: float, water, crop, nutrients, preparation. So we have to select the correct word from them and fill in the blanks given below. The same kind of plants grown and cultivated on large scale at a place is called dash. Answer is crop. The same kind of plants grown and cultivated on a large scale at a place is called crop. Second one, the first step before growing crops is dash of the soil. Answer is preparation. The first step before growing crops is preparation of the soil. Third one is damaged seeds would dash on the top of the water. Answer is float. Damaged seeds would float on the top of the water, whereas healthy seeds will sink to the bottom because healthy seeds are heavier than the damaged seeds. Last one is, for growing a crop, sufficient sunlight and dash from the soil are essential. So soil nu varenda endokkana nutrients and water. So for growing a crop, sufficient sunlight and nutrients and water from the soil are essential. So idu moonum koodande there is one more thing that we discussed earlier, which plants need for their proper growth. Endana proper spacing. So proper spacing undengil allengil overcrowding illengil maathre plants ne competition onnu illande resources okke equal aayittu share cheyidu proper aayittu valaran pattullu. So that's the end of fill in the blanks questions. So next is a match the following. Match items in column A with those in column B. So first one in column A is kharif crop. So example of kharif crop is option E, paddy and maize. Next is rabi crops. Examples of rabi crops are option D, wheat, gram and pea. Then chemical fertilizers. So which option shows the chemical fertilizer here? Option B, urea and superphosphate. And the last one is organic manure. Option C, animal excreta, cow dung, urine and plant waste are the organic manure. So kharif crop, correct answer is paddy and maize. Rabi crops, answer is wheat, gram and pea. Chemical fertilizers, urea and superphosphate. Organic manure, animal excreta, cow dung, urine and plant waste. Then the next is give two examples of each. Give two examples each for kharif crop and rabi crop. So kharif crop നമ്മൾ already ഒരു രണ്ട് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു മേലെ match the following. So now we will see two more examples, cotton and soybean. അതുപോലെ rabi crop, we already learned that wheat, gram and pea are rabi crops. Apart from that, mustard and linseed are also rabi crops. So remaining questions കൂടെ നമുക്ക് നോക്കാം. Fourth question is, write a paragraph in your own words on each of the following: preparation of soil, sowing, weeding and threshing. So ഇതൊക്കെ നമ്മൾ already പഠിച്ചിട്ടുള്ള topics ആണ്. You have to read the textbook thoroughly and write a paragraph about each of the following in your own words. So നമുക്ക് just ഇവിടെ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. So first is preparation of soil. It involves tilling and leveling of the soil using plows and levelers. This allows penetration of roots deep into the soil and also allows the roots to breathe easily. It helps in the growth of earthworms and microbes present in the soil, which in turn add humus to the soil.
This also brings the nutrient-rich soil to the top. So, preparation of soil involves tilling and leveling of the soil with the help of plows and levelers. This will help in penetration of the roots deep into the soil and also allows the easy breathing of the roots. Then it will promote the growth of beneficial earthworms and microorganisms which can add humus to the soil. Then it also brings the nutrient-rich soil to the top so that the plants can absorb the nutrients. Then next is sowing. Healthy seeds of good variety plants are selected for sowing. Seeds are sown at appropriate depths and equal distances using a seed drill. So, good variety inde healthy seeds neയാണ് select ചെയ്യുക, അതിനെയാണ് നമ്മൾ sow ചെയ്യുക. And while sowing, you should take care that seeds are sown at appropriate depths and equal distances using a seed drill. Then weeding. The removal of undesirable plants that grow along with our crop is called weeding. So weeds remove in the process ആണ് weeding. This can be done manually by using a kurpi or by spraying weedicides like 2,4-D. So either this can be done manually or with the help of weedicide sprayers. Then threshing. Separation of grains from the chaff is called threshing. This can be done by a combine. So harvesting shesham grains in a chaff separate in a process ആണ് threshing. This can be done by a combine. Next question is, explain how fertilizers are different from manure. So this is our text table where the differences between fertilizer and manure are shown. So you can read about this. We have already discussed it, but we will revise it once again. Fertilizer is a man-made inorganic salt, whereas manure is a natural substance obtained by the decomposition of cattle dung and plant residues. So one is inorganic, whereas the other is organic. Fertilizer is inorganic, manure is organic. Second difference is that fertilizer is prepared in factories, whereas manure can be prepared in the fields. So fertilizer prepared in factories, whereas manure can be prepared anywhere, even in your own farm, like in your own field. Third difference is that fertilizer does not provide any humus to the soil, whereas manure provides a lot of humus to the soil. So as said, fertilizer is very rich in a particular mineral, whereas manure is like a combination of minerals, and this can improve the growth of beneficial microorganisms which can add humus to the soil. Then the fourth difference is that fertilizers are very rich in plant nutrients like nitrogen, phosphorus and potassium, whereas manure is relatively less rich in plant nutrients. So nutrient content in the fertilizers are better sources of plant nutrients, whereas manure is relatively, when compared with fertilizers, manures have lesser plant nutrients. So that's the fifth question. Then sixth question. What is irrigation? Describe two methods of irrigation which conserve water. The supply of water to crops at regular intervals is called irrigation. So supply of water at regular intervals to crops is called irrigation. Two irrigation methods which conserve water as follows. One is sprinkler system and the other is drip system. So in sprinkler system, the perpendicular pipes having rotating nozzles on the top are joined to the main pipeline at regular intervals. When water is allowed to flow through the main pipe under pressure with the help of a pump, it escapes from the rotating nozzles and gets sprinkled on the crop as if it is raining. Sprinkler is very useful for lawns, coffee plantation and several other crops. So sprinkler is very similar to raining. എങ്ങനെയാണ് sprinkler work ചെയ്യുന്നത്? There will be a main pipe to which some perpendicular pipes will be connected, and at the end of these perpendicular pipes there will be some rotating nozzles. So whenever water is allowed to flow through this main pipe under pressure with a pump, the water will be escaping through these nozzles and it will be getting sprinkled on the crops around. This mainly lawns, coffee plantations use. Then the second system is drip system. In this system, the water falls drop by drop directly near the roots. It is the best technique for watering fruit plants, gardens and trees. Water is not wasted at all and therefore can be used in regions where availability of water is poor.
So this method is more economical, as in this method very less water is wasted, like maximum utilization of water can be done with the help of drip system. In this system, the water falls directly near the roots, drop by drop. So this ensures that maximum water is absorbed by the plant roots. Then next, seventh question is, if wheat is sown in the Kharif season, what would happen? Discuss. So we know that wheat is a rabi crop which is sown in winter season. So this wheat, if it is grown in rainy season, what will happen? We will see the answer. Wheat is a rabi or winter crop and hence is generally grown in winter. If wheat is grown in Kharif or rainy season, the excessive water might affect seed germination. Various other physical conditions including lack of optimum temperature might destroy the crop. So, നമ്മൾ പറഞ്ഞു wheat എന്ന് പറഞ്ഞാൽ winter സീസണിലാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഓരോ ക്രോപ്പിനും അതിനൊരു ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഒപ്റ്റിമം വാട്ടർ കണ്ടന്റ്, ഒപ്റ്റിമം ഹ്യൂമിഡിറ്റി, അങ്ങനെ പല ഫാക്ടേഴ്സും ഉണ്ട്. സോ വീറ്റിന് വേണ്ടതായിരിക്കില്ല വേറൊരു ക്രോപ്പിന് വേണ്ടത്. സോ വീറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് വിന്റർ സീസണിലാണ്. സോ അപ്പം നമ്മൾ റെയിനി സീസണിൽ വീറ്റ് നട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സോ ഇൻ റെയിനി സീസൺ water availability will be more. So excessive water content കാരണം ചിലപ്പം സീഡ് ജെർമിനേഷൻ അഫക്റ്റഡ് ആവാം. അതുപോലെ തന്നെ ഇപ്പം ഇതിന് ഓരോ ക്രോപ്പിനും കിട്ടേണ്ട സൺലൈറ്റിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിന് വളരാനുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചർ ഒക്കെ വേറെ വേറെ ആയിരിക്കും. സോ റെയിനി സീസണിൽ വീറ്റ് നട്ടു കഴിഞ്ഞാൽ അപ്പം ഉണ്ടാവുന്ന സൺലൈറ്റിൻ്റെ പ്രശ്നം, റെയിനി സീസണിൽ പൊതുവെ സൺലൈറ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ, ഈ വീറ്റിന് വേണ്ട ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയിരിക്കില്ല റെയിനി സീസണിൽ ഉണ്ടാകുന്നത്. ബിക്കോസ് ഓഫ് ഓൾ ദീസ് ഫാക്ടേഴ്സ് ദ ക്രോപ്പ് മൈറ്റ് ഗെറ്റ് ഡിസ്ട്രോയിഡ്. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. Then the next question is, explain how soil gets affected by continuous plantation of crops in a field. So നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണിത് അല്ലേ? ആൻസർ is, continuous cultivation of crops makes the soil poor in nutrients. Insufficient nutrients make the plants weaker. So continuous ആയിട്ട് ഒരു ഫീൽഡിൽ കൾട്ടിവേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറ്റുക? ആഫ്റ്റർ ജനറേഷൻ ഈ ഫീൽഡിലെ ന്യൂട്രിയൻ കണ്ടന്റ് ഇങ്ങനെ കുറഞ്ഞു വരും. ഫൈനലി ഈ സോയില് ലെസ് ഫെർട്ടൈൽ ആവും. പിന്നെ വളരുന്ന പ്ലാന്റ്സിനൊന്നും വേണ്ടത്ര സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് കിട്ടില്ല. സോ കണ്ടിന്യൂസ് കൾട്ടിവേഷൻ വഴി സോയിൽ ന്യൂട്രിയൻ കണ്ടന്റ് വളരെയധികം കുറയും. Because of which the plants will get weaker. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What are weeds? How can we control them? I hope നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്തത്. Isn't it? Alright, we will see the answer. Undesirable plants that may grow naturally along with the crop in a field are called weeds. So നമ്മുടെ ക്രോപ്പ് പ്ലാന്റിൻ്റെ കൂടെ വളരുന്ന അൺവാണ്ടഡ് പ്ലാന്റ്സിനെയാണ് വീഡ്സ് എന്ന് പറയുന്നത്. Weeding or removal of weeds can be done by different methods which are mentioned below. Okay, എന്തൊക്കെയാണ് ആ മെത്തേഡ്സ്? First one, tilling before sowing. This helps in uprooting and killing of weeds which may then dry up and get mixed with the soil. So first thing, നമ്മൾ സോ ചെയ്യുന്നതിന് മുമ്പേ, വിത്ത് ഇടുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് മണ്ണ് കളച്ചിടുക. So that എന്തെങ്കിലും അതുപോലെയുള്ള വേണ്ടാത്ത ചെടികളൊക്കെ ഉണ്ടെങ്കിൽ they will get uprooted and in turn like ഗ്രാജുവലി അത് മണ്ണിലേക്ക് അലിഞ്ഞു പോയിക്കോളും, ലൈക്ക് അത് ഉണങ്ങി മണ്ണിൽ ചേർന്ന് പോയിക്കോളും. Then the second one is manual removal. This includes physical removal of weeds by uprooting or cutting them close to the ground from time to time using a khurpi or a seed drill. So manually നമ്മൾ ഇതിനെ മണ്ണിൽ നിന്ന് അപ്രൂട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ വെച്ചിട്ട് ഈ വീഡ്സിനെ കട്ട് ചെയ്ത് കളയുക. സോ ഇതിന് നമുക്ക് ഏതർ ഖുർപ്പി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സീഡ് ഡ്രില്ല് യൂസ് ചെയ്യാം. പിന്നെ next one is spraying weedicides. These are certain chemicals that kill the weeds but do not damage the crops. So നമ്മൾ പറഞ്ഞു ചില കെമിക്കൽസിന് ഈ വീഡ്സിനെ കളയാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്, ബട്ട് ഇറ്റ് വോണ്ട് ഡാമേജ് അവർ ക്രോപ്സ്. അതിനൊരു എക്സാമ്പിളാണ് 2,4-D. സോ ഇതൊക്കെയാണ് വീഡ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ്. ആൻഡ് വൺ മോർ തിങ് ദാറ്റ് വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് അബൌട്ട് വീഡ്സ് ഇസ് ദാറ്റ് വീഡിംഗ് എന്നുള്ള പ്രോസസ്സ് എപ്പോഴും നമ്മൾ ഈ വീഡ്സിൻ്റെ ഫ്ലവറിങ് അല്ലെങ്കിൽ സീഡ് സെറ്റിംഗ് സ്റ്റേജ് എത്തുന്നതിന് മുമ്പേ വേണം ചെയ്യാൻ. ലൈക്ക് ഇറ്റ് ഷുഡ് ബി ഡൺ വെൻ ദ വീഡ്സ് ആർ ഇൻ ഇറ്റ്സ് വെജിറ്റേറ്റീവ് ഫേസ്. ഓക്കെ, നെക്സ്റ്റ്
10th question is, arrange the following boxes in proper order to make a flowchart of sugarcane crop production. So നമ്മളിപ്പോൾ agricultural practicesന്റെ എല്ലാ സ്റ്റെപ്സും പഠിച്ചു. So we know the order of these steps. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? Sending crop to sugar factory, irrigation, harvesting, sowing, preparation of soil, plowing the field, manuring. ഇതിൽ ഏതാണ് ഫസ്റ്റ് വരിക? First we have to prepare the soil. So first is fifth one, preparation of the soil. Then we have to plow the field. So next is sixth one, plowing the field. In field ready ആയി കഴിഞ്ഞിട്ട് we have to select good quality seeds and sow them. So fourth one, sowing comes next. After sowing we have to add manure. So adding of manure is called manuring. So next step is seventh one, manuring. Manuring കഴിഞ്ഞു കഴിഞ്ഞാൽ we have to give enough water. That is called, supply of water is called irrigation. So next is second one, irrigation. So after irrigation, once the crop is matured, we have to harvest them. So next is harvesting. After harvesting, we have to send the crop to sugar factory for further preparation. So next is sending crop to sugar factory. So the last one is first. So 5, 6, 4, 7, 2, 3, 1 will be the order. Now here is a crossword puzzle for you people. But fill that in the first you can try on your own. Then you can come here and check the answers. You can also read this extended learning. Some activities and projects are given for you. You can try them. And there is an example for field trip work. So this also you can read and understand. So I hope നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ എക്സസൈസ് പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ ചാപ്റ്റർ. ദിസ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. കാരണം ക്രോപ്പ് പ്രൊഡക്ഷൻ നമ്മുടെ ഫുഡ് സോഴ്സ് ആണ്. സോ അഗ്രികൾച്ചറൽ പ്രാക്ടീസസും ക്രോപ്പ് പ്രൊഡക്ഷനൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സോ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ റിമൈനിങ് ചാപ്റ്റേഴ്സും ഒക്കെ നമ്മൾ ഇതുപോലെ ക്ലാസ് ഉണ്ടാവും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റഡി വെൽ. താങ്ക് യു.